കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിൽ. പ്രവർത്തകരുടെ ഗൃഹസന്ദർശനങ്ങളും അണികളുടെ റോഡ് ഷോകളുമായി മുന്നണികൾ കളം നിറയുന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി പടനിലം 2026. റോഡുകളുടെ ശോചനീയാവസ്ഥ, ഹാർബറുകളുടെ പ്രശ്നം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ മണ്ഡലം അഭിമുഖീകരിക്കുന്നു. വാടാനപ്പള്ളിയിൽ BJP കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി BJP നേതാവും നടനുമായ ദേവൻ. കിറ്റ് വിതരണം ഉണ്ടായിട്ടില്ലെന്നും കിറ്റ് വിതരണം ചെയ്ത് വോട്ട് വാങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല BJP എന്നും ദേവൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിൽ. പ്രവർത്തകരുടെ ഗൃഹസന്ദർശനങ്ങളും അണികളുടെ റോഡ് ഷോകളുമായി മുന്നണികൾ കളം നിറയുകയാണ്. രാഹുൽ ഗാന്ധി OJ ജനീഷിനായി പ്രചാരണത്തിന് എത്തുന്നതോടെ ആവേശം അണപ്പൊട്ടും. ഇതോടെ കൊടുങ്ങല്ലൂരിലെ മത്സരം ബലാബലമായി മാറിയിരിക്കുകയാണ്. 10 വർഷമായി MLA ആയ VR സുനിൽകുമാറിന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ മുൻതൂക്കം ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ UDF സ്ഥാനാർത്ഥി OJ ജനീഷ് ശക്തമായ പ്രചരണത്തിലൂടെ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. പാഴായ 10 വർഷങ്ങൾ എന്നതായിരുന്നു സുനിൽകുമാറിനെതിരെയുള്ള UDF ആയുധം. വയനാട് ഫണ്ട് വിവാദമായിരുന്നു തിരിച്ചടിക്കാനുള്ള LDFിൻ്റെ മറുമരുന്ന്. ഷാഫി പറമ്പിലും ചാണ്ടി ഉമ്മനും മണ്ഡലത്തിലെത്തി യുവാക്കളെ ഇളക്കിമറിച്ചു. മറുപടിയായി മെഗാ റോഡ് ഷോ നടത്തിയാണ് LDF ശക്തി തെളിയിച്ചത്. വയനാട് ഫണ്ട് തട്ടിപ്പ് കോൺഗ്രസ് നടത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചുള്ള പ്രചരണം LDF നടത്തിയപ്പോൾ പുല്ലൂറ്റ് പാലം തകർച്ച, കരൂപ്പടന്ന പാലം തകർച്ച, പുല്ലൂറ്റ് VK രാജൻ മൈതാനം പണി പൂർത്തിയാക്കാതിരുന്നത്, തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ മണ്ഡലത്തിലെ ഇഴകൽ, മാള മേഖലയിലെ വിവിധ പദ്ധതികൾ നിർത്തിവച്ചത് എന്നിവ UDF ചൂണ്ടിക്കാട്ടി പ്രചരണം കൊഴുപ്പിച്ചു. 1300 കോടിയുടെ റോഡ് വികസനമായിരുന്നു LDF മറുപടിയെങ്കിലും അവസാന ലാപ്പിൽ പ്രചരണം ആരോപണ പ്രത്യാരോപണങ്ങളുമായി മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. അതിനിടെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജും പ്രചരണവുമായി മണ്ഡലത്തിൽ സജീവമാണ്. പുതിയ വികസന മാർഗരേഖകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ വർഗീസ് ജോർജിനായി പ്രചരണത്തിന് എത്തിയത് പ്രവർത്തകരിൽ ആവേശം പകർന്നു. മീഡിയ ടൈം, മാള. തൃശൂരിന്റെ തീരദേശ രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് കയ്പമംഗലം. മണ്ഡലം രൂപീകരണത്തിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPI ആണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. റോഡുകളുടെ ശോചനീയാവസ്ഥ, ഹാർബറുകളുടെ പ്രശ്നം എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങൾ മണ്ഡലം അഭിമുഖീകരിക്കുന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി പടനിലം 2026 ഇന്ന് മണ്ഡലത്തിൽ എത്തിനോക്കുന്നു. തീരമേഖലയുടെ ഹൃദയമിടിപ്പറയുന്ന ഒരു മണ്ഡലം. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നമ്മളിവിടെ. സ്വാഗതം. മണ്ഡല രൂപീകരണത്തിനു ശേഷം ഹാട്രിക് വിജയത്തിൻ്റെ തിളക്കവുമായി ഇടതുപക്ഷവും മണ്ഡലം പിടിച്ചെടുക്കാൻ നാട്ടുകാരനെ രംഗത്തിറക്കി UDFും കടുത്ത പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ് കയ്പമംഗലം. CPIക്ക് വേണ്ടി VS സുനിൽകുമാറും പിന്നീട് ET ടൈസണും വിജയിച്ച മണ്ഡലത്തിൽ ഇക്കുറി CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജാണ് രംഗത്ത്. കഴിഞ്ഞ വർഷം യുവനേതാവായിരുന്ന ശോഭ സുബിനെയാണ് UDF മത്സരിപ്പിച്ചതെങ്കിൽ ഇക്കുറി TM നാസറാണ് അംഗം കുറിച്ചത്. ഇടതു വലതു സ്ഥാനാർത്ഥികൾ സംഘടനാ രംഗത്തെ കരുത്തരാണ്. ശോഭ സുബിൻ കടുത്ത മത്സരം കാഴ്ചവെച്ച മണ്ഡലത്തിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് മത്സരമാണ്. 2016 ഭൂരിപക്ഷം 33,440 ആണ്. 2021 ഇത് 22,698 കുറയ്ക്കാൻ കഴിഞ്ഞതാണ് UDF പ്രതീക്ഷ. കേരള ചരിത്രത്തിൽ ആദ്യമായി NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ചു കയറിയപ്പോൾ ജില്ലാ കൺവീനറായിരുന്ന അതുല്യ ഘോഷാണ് BDJSനായി കളത്തിൽ. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ സംഘടനാ രംഗത്തുള്ള KK വത്സരാജ് ബിരുദ പഠനത്തിനു ശേഷം മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി. 1997 മുതൽ 17 വർഷം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായി. 2014 ജില്ലാ സെക്രട്ടറി, 2025 വരെ പദവിയിൽ. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 2016 മുതൽ KTDC ഡയറക്ടർ ബോർഡ് അംഗം. അതുകൊണ്ട് തന്നെ സംഘടനാ രംഗത്തെ തൻ്റെ അനുഭവ പരിചയം മുൻനിർത്തി കൂടുതൽ ശോഭിക്കാനാകുമെന്നാണ് വത്സരാജ് പറയുന്നത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. LDFിൻ്റെ ഉറച്ച കോട്ടയാണ് കയ്പമംഗലം. ഇത്തവണ മാറ്റമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? മാറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷത്തോടെ ഇത്തവണയും ജയിക്കും. എങ്ങനെയാണ് വികസന തുടർച്ചയായിട്ട് കാണുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്?
അല്ല, പദ്ധതികൾ ഞാനിപ്പോൾ ഇവിടെ സഞ്ചരിച്ചപ്പോൾ പല ആവശ്യങ്ങളും പല പദ്ധതികളും വോട്ടർമാർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അത് തീർച്ചയായും അവരുമായിട്ട് കൂടിയാലോചിച്ച് അതിൻ്റെ ഒരു പ്രയോറിറ്റിയൊക്കെ നിശ്ചയിച്ചിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാൻ. അങ്ങയുടെ കന്നി അംഗമാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങ് വിചാരിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് ഈ നിയോജക മണ്ഡലത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുമായി ആലോചിച്ചാണ് തീരുമാനിക്കാൻ പറ്റുക. എൻ്റെ കന്നി അംഗമാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ ഒരുപാട് സ്ഥാനാർത്ഥികളെ നിർത്തുകയും മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഘടനാ പാഠവും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രംഗത്തും എനിക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു മൂന്നാം പിണറായി സർക്കാരിന് സാധ്യത കാണുന്നുണ്ടോ കേരളത്തിൽ? തീർച്ചയായും മൂന്നാമതും LDF ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരും. വളരെ നന്ദി, ഞങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ചതിന് താങ്ക് യു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. UDF സ്ഥാനാർത്ഥി TM നാസർ വിദ്യാർത്ഥി കാലം മുതൽ സംഘടനാ പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പദവികൾ വഹിച്ച നാസർ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലറായിരുന്നു. നിലവിൽ DCC ജനറൽ സെക്രട്ടറി, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ, കൊടുങ്ങല്ലൂർ മൾട്ടിപർപ്പസ് സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് പദവികൾ വഹിക്കുന്നുണ്ട്. ഇടതുപക്ഷം തീരമേഖലയെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടെന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി ഉണ്ടായില്ലെന്നും TM നാസർ വിമർശിക്കുന്നു. കയ്പമംഗലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TM നാസറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എങ്ങനെയാണ് ഇത്തവണ കയ്പമംഗലം കൈപ്പിടിയിൽ ഒതുക്കുമോ? കയ്പമംഗലം മധുരിക്കും, കൈപ്പിടിയിൽ ഒതുക്കും. എങ്ങനെയാണ് LDFന്റെ വികസന കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LDFന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ വികസനം എന്നുള്ള വാക്കതിൽ പറയാൻ പറ്റില്ല. അവർ MLA മാരായി അവർ മരണ വീട്ടിൽ പോരും, കല്യാണ വീട്ടിൽ പോരും, വിളിച്ചാൽ അങ്ങനെയൊക്കെ വരും. അവരൊക്കെ നല്ല സ്വഭാവങ്ങളായിരുന്നു. അവരൊക്കെ നന്നായി പെരുമാറും, നല്ല സ്നേഹിതന്മാരാണ്. അതൊക്കെ നാടിന് വേണ്ടി അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കിട്ടുന്ന MLA ഫണ്ട് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്കൂളിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വല്ല റോഡ് ഇതൊക്കെ അല്ലാതെ ബാക്കി ഇത് MLA ഫണ്ട് മാത്രം ഉപയോഗിച്ചൊന്നും നാട്ടിൽ വികസനം നടത്താൻ പറ്റില്ല. മറ്റുള്ള ഫണ്ടുകൾ സംസ്ഥാനത്തും രാജ്യത്തും അകത്തും പുറത്തുമുള്ള ഫണ്ടുകൾ സമ്പന്നരായ ആളുകളുണ്ട് ചെയ്യാൻ. ആ ആളുകളെ പ്രയോജനപ്പെടുത്തി നമുക്ക് പരിപാടികൾ പദ്ധതികൾ ആവിഷ്കരിച്ച് ചെയ്യുമ്പോഴാണ് നാടിന് വികസനം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഈ MLA ഫണ്ട് മാത്രം വെച്ചിട്ട് ഒന്നും നടക്കില്ല. UDF വിജയിച്ചാൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കയ്പമംഗലം മണ്ഡലത്തിൽ? ആദ്യം കുടിവെള്ളം എത്തിക്കലാണ്. മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, മാസത്തിലൊരിക്കൽ കുടിവെള്ളം വന്നാൽ ഇതെന്താണ്? ഞങ്ങൾക്ക് ഈ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സംസം വെള്ളം കിട്ടും. ഇത് പരിശുദ്ധ ഹറം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, കഅബയിൽ പോയി കഴിഞ്ഞാൽ, ഹജ്ജിനോ ഉംറയ്ക്കോ പോയി കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഓരോ സ്പൂണാക്കി. അതുപോലെയാണ് ഇപ്പോൾ കേരളത്തെ ഇത്ര സമൃദ്ധിയായിട്ടുള്ള വെള്ളം. പെരിയാറിൽ കുടിവെള്ളം നല്ല ശുദ്ധജലമാണ്. ചാലക്കുടി പുഴ ശുദ്ധജലമാണ്, കരുവിന് പുഴ ശുദ്ധജലമാണ്. ഈ വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് പൈപ്പിട്ട് ഇതിന് കാശ് കൊടുക്കണ്ട. ഇവിടെ തന്നെ പല തട്ടുകളും ഒന്ന് കുഴിച്ചാൽ നല്ല വെള്ളം കിട്ടും. ആ വെള്ളം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാ പറ്റുമവർക്ക്? നമുക്ക് പദ്ധതികൾ ഉണ്ടാക്കണം. പദ്ധതി ആവിഷ്കരിച്ച് കുടിവെള്ളം, വെളിച്ചം, സഞ്ചാര ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു ജനപ്രതിയായിട്ടൊന്നും ഇരിക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ ഒരു ചെറിയ പഞ്ചായത്ത് മുമ്പ് തൊട്ടുള്ള 50 വർഷത്തെ പൊതുജീവിതത്തിൽ എന്ന് പറയുന്നത്. നമ്മ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് പരമാവധി ആലോചിക്കുക, ചർച്ച ചെയ്യുക. ഈ ബുദ്ധിമുട്ടിയാൽ നടക്കാത്ത ഒരു കാര്യമില്ല. ഒരു എയർപോർട്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വേണമെങ്കിൽ ബുദ്ധിമുട്ടിയാൽ നടക്കുന്നേ. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു വേണ്ടത്. ഇതെങ്ങനെ നടക്കുന്നു ആലോചിക്കല്ല. 65 വർഷം മുമ്പുള്ളൊരു കോളേജാണ് ഇന്നുള്ളൂടെ. വേറൊരു ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ വന്നില്ലേ, മെഡിക്കൽ കോളേജ് വന്നില്ല, ഒന്നുമില്ല ഇവിടെ. ഞാനും ഇതിനു മുമ്പുള്ള MLA പഠിച്ചൊക്കെ ഒരു കോളേജ്, ആ കോളേജ് എന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. കേരളത്തിൽ പൊതുവെ ഒരു LDFനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു തരംഗം തന്നെയാണ്. എവിടെ കാണുമ്പോഴും ഇതുണ്ട്. ഇപ്പോൾ ഒരു സ്വീകരണ യോഗ ഒരു പോയിൻ്റാണ്. ഇന്നുള്ള സിറാജ് മാഷൊക്കെ 32 സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണ് പരിയാശ്ശേരി പള്ളി പരിസരം. ഇവിടെ ഇത്രയും ആളുകൾ കൂടി നിൽക്കേണ്ടില്ലേ? അവർക്ക് എന്തോ ഈ ഗവൺമെൻറ് ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുള്ള ഒരു അഭിപ്രായം ഇപ്പോഴല്ല, ഒരു 2.5 കൊല്ലം മുമ്പ് തുടങ്ങി. അങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചത്, പാർലമെൻറ്റിൽ ജയിച്ചത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിച്ചത്. ആ തരംഗം ഇപ്പോഴും ഈ നിയമസഭ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 100% 100-ലധികം സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും.
അതിലൊന്ന് കൈപ്പൊങ്ങലാവും. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തിരക്കുള്ള സമയം ഞങ്ങൾക്ക് മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. 10 വർഷത്തെ പ്രവാസത്തിനു ശേഷം നാട്ടിലെത്തി ഹോട്ടൽ വ്യവസായത്തിനൊപ്പം രാഷ്ട്രീയത്തിലും സജീവമായ വ്യക്തിയാണ് അതുല്യ ഘോഷ്. SNDP നാട്ടിക യൂണിയൻ പ്രഥമ സെക്രട്ടറി. നിലവിൽ BDJS സിറ്റി ജില്ലാ പ്രസിഡന്റും NDA സിറ്റി ജില്ലാ കൺവീനറുമാണ്. നാട്ടിക കാർഷികേതര വികസന സഹകരണ സംഘം പ്രസിഡന്റാണ്. കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാണ് അതുല്യ ഘോഷ് ചൂണ്ടിക്കാട്ടുന്നത്. കയ്പമംഗലത്ത് മാറ്റമുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. കയ്പമംഗലം നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. എവിടെ വരെ എത്തി പ്രചാരണം ലേറ്റായിട്ടാണ് വന്നത്, പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു 2 സ്ഥാനാർത്ഥിയേക്കാളും. വളരെയധികം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കയ്പമംഗലത്തിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മംഗലത്തിന് നൽകാമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെയധികം പദ്ധതികളുണ്ട് നമ്മൾ മോദി സർക്കാർ നടപ്പാക്കുന്നത്. അതൊന്നും കൃത്യമായി ഇവിടെ എത്തുന്നില്ലല്ലോ. ഇവിടുത്തെ ഭരിക്കുന്നവർ കൃത്യമായി അത് നടപ്പാക്കുന്നുമില്ല. എന്തെങ്കിലും നടപ്പാക്കുന്നുണ്ടെങ്കിൽ പേര് മാറ്റി നടപ്പാക്കുന്നു. എല്ലാ പദ്ധതികളും എത്തുന്നില്ലല്ലോ. കുടിവെള്ളത്തിൻ്റെ ആയാലും ഇതായാലും ഇപ്പോൾ കറണ്ടിൻ്റെ ആയാലും ഒക്കെ ഉണ്ടല്ലോ, പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ തീരദേശ മേഖലയിൽ ഉള്ള നമ്മുടെ ഇവിടെ അഴീക്കോട് ഹാർബറിന് പ്രശ്നം ഉണ്ട്, തീരദേശ മേഖലയിലുണ്ട്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ ചിഹ്നം തെങ്ങുന്തോപ്പാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കേര കർഷകരാണ്, ഇല്ലേ? ശരിയല്ലേ? അവരുടെ സ്ഥിതി എന്താണ്? അതിലൊരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും കവർ ചെയ്ത് ആദ്യം കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതലും തെങ്ങുണ്ടായിരുന്നു. തെങ്ങും കേരള നാടെന്ന് പറഞ്ഞു. ഇപ്പോൾ തമിഴ്നാട് ആന്ധ്രയ്ക്ക് കൊണ്ടുപോയില്ലേ? അപ്പോൾ എന്താ കുഴപ്പം? അത് ആരെ കുഴപ്പമാണത്? 75 വർഷം ഭരിച്ച ഇവിടുത്തെ മാറി ഭരിച്ച സർക്കാരുകളാണ്. അവർ ഭരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 5 കൊല്ലത്തുമ്പോൾ ഇലക്ഷന് മുന്നേ അവർ ജാഥ നടത്തും കാസർഗോഡ് നിന്ന്, പുതിയ യുഗയാത്ര, പിന്നെ പറയും ദരിദ്ര നിർമ്മാർജ്ജനം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്ര 75 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് സാധിക്കാത്ത കാര്യങ്ങളില്ലേ മോദി സർക്കാർ നടപ്പാക്കുന്നില്ലേ? ഇപ്പോൾ അരി കൊടുത്തുല്ലോ, ഇപ്പോൾ 2 മാസത്തെ അരി കൊടുക്കുന്നു. അത് ഇവരല്ലല്ലോ കൊടുക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റല്ലേ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പല പേരും പറഞ്ഞ് മാറ്റിയതാണ്. എന്തെന്നായാലും ഇവിടെ ഒരു മാറ്റമുണ്ട്. ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കയ്പമംഗലവും മാറും, ഒരു സംശയം വേണ്ട. തുടർച്ചയായിട്ട് LDFൻ്റെ കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത് കയ്പമംഗലം. ഇത്തവണ തീർച്ചയായും മാറുമെന്ന് തന്നെയാണ് വിശ്വാസം. അത് അവരുടെ തോന്നലാണല്ലോ. LDFൻ്റെ കോട്ടയാണ് ഒരു തോന്നലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും. 9 തീയതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസത്തെ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോട്ട എന്നുള്ളത്. ഓരോ കോട്ടകളൊക്കെ തകരാൻ പോകുമല്ലോ, എല്ലാ കോട്ടകളും. കേരളത്തിൽ എത്ര സീറ്റ് NDA നേടുന്നതാണ് കരുതുന്നത്? ഞാനതിന് മുഴുവൻ കൂട്ടി പഠിച്ചിട്ടില്ല. അതിനൊക്കെ നമ്മളെ NDA രാജീവ് ചന്ദ്രശേഖരൻ, തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഈ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കല്ലേ. സംഗതി സ്റ്റേറ്റിൽ ഉണ്ടെങ്കിലും നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല കൃത്യമായിട്ട്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. കൊടുങ്ങല്ലൂർ താലൂക്കിലെ എടവിലങ്ങ്, എടത്തിരുത്തി, എറിയാട്, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം എന്നിവ ഉൾപ്പെടുത്തി 2011 മണ്ഡലം രൂപീകരിച്ചത്. കാർഷിക മത്സ്യബന്ധന തൊഴിലാളികൾ ഏറെയുള്ള മണ്ഡലത്തിൽ വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDF മുൻതൂക്കം നേടിയിരുന്നു. കയ്പമംഗലം പഞ്ചായത്ത് ഒഴികെ 6ഉം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നതിലാണ് UDFന്റെ പ്രതീക്ഷ. ഇടതുപക്ഷ കോട്ടയിൽ വിള്ളലുണ്ടാക്കാനാണ് UDF NDA ശ്രമം. എന്നാൽ മണ്ഡലം കയ്പമംഗലമാണ്. അത്ര പെട്ടെന്നൊന്നും കുലുങ്ങാത്ത ഇടതുമണ്ണ്. ജനമനസ്സുകളും അങ്ങനെ തന്നെയോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മണലൂർ മണ്ഡലത്തിൽ വാടാനപ്പള്ളിയിൽ BJP കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി BJP നേതാവും നടനുമായ ദേവൻ. കിറ്റ് വിതരണം ഉണ്ടായിട്ടില്ലെന്നും കിറ്റ് വിതരണം ചെയ്ത് വോട്ട് വാങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല BJP എന്നും ദേവൻ പറഞ്ഞു. കിറ്റ് വിതരണം ചെയ്തു എന്നത് 100% അടിസ്ഥാനമില്ലാത്ത ഒരു പച്ചനുണയാണ് ദേവൻ പറഞ്ഞു. തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഉണ്ടാക്കിയ നുണക്കഥയെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവിടെ റെഡിയാവുന്നത് വരെ നമുക്കിവിടെ വന്ന് ഇരുന്ന ശേഷം ചായയിലെ കാപ്പ് കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം പോകാം എന്നാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഇറങ്ങി ഞാൻ അകത്ത് പോയി ഇതെല്ലാം മറ്റേ ഇതിൻ്റെ ഓണർ ചായ കുടിക്കാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈഫുണ്ടായിരുന്ന മക്കൾക്ക് ഉണ്ടായിരുന്നു. അവർ ചായ കുടിക്കാൻ വേണ്ടി അവർ ചായ കൊണ്ടുവന്നു. അതൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ചായ ഇത് കയ്യിലെടുത്തപ്പോഴാണ് താഴെ ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഭയങ്കരമൊരു കമോഷൻ ഇൻ ദി സെൻസ് ഭയങ്കര മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ജനലവയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളുമായിട്ട് ഇവിടെ നിന്നിട്ട് ഈ പിടിച്ച് വലിച്ച്
അങ്ങനെ നിങ്ങൾ ദേവൻ ഇവിടെ വന്നത് കിറ്റ് വിതരണം ചെയ്യാനായിട്ട്. ഇവിടെ ദേവൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി അത് കളക്ട് ചെയ്യാനായിട്ട് ഈ ദേവൻ വന്നിരിക്കുന്നു, ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി. അപ്പം ഞാനിവിടെ പറഞ്ഞു, നമ്മൾ വന്നത് ഇതിനല്ലല്ലോ, യോഗത്തിനല്ല. അത് ഞാൻ ഓൾറെഡി ചാർട്ടേഡ് പ്രോഗ്രാം ഉണ്ട്. കാണിച്ചല്ലോ. അല്ല, അതിന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. എനിക്ക് ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്, എൻ്റെ പാർട്ടിയുടെ ഒരു നേതാവാണ് റോഷൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചേട്ടാ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ എനിക്കറിയില്ല സെക്കൻഡൊന്നും. ഇവിടെ വന്നു ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ TN പ്രതാപൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് പിന്നെ ദേവൻ ഇവിടെ പിന്നെ ഈ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നാന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും വലിയ കമോഷനായി. അപ്പോൾ തന്നെ രവീന്ദ്രനാഥ് മാഷ്, CPM-ൻ്റെ ആളും കുറേ ഗാങ്ങും അവരെല്ലാവരും വന്നിട്ട് ഇവിടെ എല്ലാവരും കൂടി രണ്ട് UDF-ഉം LDF-ഉം കൂടി ഭയങ്കരമായ പ്രകടനം ഇവിടെ നടത്തി. അപ്പോൾ ഞാൻ അവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ വന്നത് ഇവിടെ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിറ്റുകൾ എടുത്തു കൊണ്ടുപോയി വിതരണം ചെയ്യാനാണെന്നാണ് ഇവരുടെ ഒരു ഭാഗം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കാളമുറിയിൽ നിന്ന് ആരംഭിച്ച റാലി 3 പീടിക ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുൻ MLA-യും CPI നേതാവുമായ രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. TV സുരേഷ് ബാബു അധ്യക്ഷനായി. TK രമേശ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ മുഹമ്മദ് ചാമക്കാല, VK ജ്യോതി പ്രകാശ്, TP രഘുനാഥ്, ER ജോഷി, നൂറിൽ ഹുദ, NK സുരേഷ്, MD സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ വോട്ട് കൊണ്ട് തോൽപ്പിക്കുക എന്ന സന്ദേശവുമായി വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന അഴീക്കോട് ജെട്ടിയിൽ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് ആവശ്യപ്പെട്ടു. എറിയാട് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന വിശദീകരണ യോഗങ്ങളിൽ കമ്മിറ്റി അംഗം KK ഷാജഹാൻ, മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നവാസ് എടവെലങ്ങ്, പ്രവാസി വെൽഫെയർ ഫോറം മണ്ഡലം കൺവീനർ സിദ്ദിഖ് പഴങ്ങാടൻ, വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം കൺവീനർ സയ്യിദ് സുലൈമാൻ, മണ്ഡലം കമ്മിറ്റി അംഗം അനസ് MM എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK ഇക്ബാൽ അധ്യക്ഷത നിർവഹിച്ചു. ശ്രീനാരായണപുരം EMS ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫിന്റെ ഉദ്ഘാടനം EMS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ നിർവഹിച്ചു. സ്കൂൾ ചെയർമാൻ KK സുൽഫി അധ്യക്ഷനായിരുന്നു. EMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ VU, ഹംസകോയ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. PK മുഹമ്മദ് ഷമീർ, KM അബ്ദുൾ ജമാൽ, ഫിറോസ്, അനീസ, അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല ഞായറാഴ്ച ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രിമാരായ അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് മനക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ചാനൽ അവതാരിക ആഷിക വിഷ്ണു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. 2000-ഓളം ഭക്തർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് അന്നദാനവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് സുനിൽകുമാർ KS, സെക്രട്ടറി ML വേലായുധൻ നായർ, രാജേഷ് NR, വേണുഗോപാൽ തഞ്ചച്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിൽ. പ്രവർത്തകരുടെ ഗൃഹസന്ദർശനങ്ങളും അണികളുടെ റോഡ് ഷോകളുമായി മുന്നണികൾ കളം നിറയുന്നു. കയ്പമംഗലം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി പടനിലം 2026. റോഡുകളുടെ ശോചനീയാവസ്ഥ, ഹാർബറുകളുടെ പ്രശ്നം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ മണ്ഡലം അഭിമുഖീകരിക്കുന്നു. വാടാനപ്പള്ളിയിൽ BJP കിറ്റ് വിതരണം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി BJP നേതാവും നടനുമായ ദേവൻ. കിറ്റ് വിതരണം ഉണ്ടായിട്ടില്ലെന്നും കിറ്റ് വിതരണം ചെയ്ത് വോട്ട് വാങ്ങുന്ന ഒരു പ്രസ്ഥാനമല്ല BJP എന്നും ദേവൻ.
ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.